ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പട്ടിക്കൂട്ടനും കൊണ്ടാണ് ഇൻട്രോ എടുക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം, എന്നിട്ട് ബാക്കിയൊക്കെ അവിടെ. ഓക്കെ, അപ്പോഴാകുമ്പോൾ നമ്മൾ മച്ചന്മാരെ നമ്മളിവിടെ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഒരു സ്റ്റോറേജ് റൂമാണ്. സ്ലാങ് അടിപൊളിയാണ്. അത് ഏത് സ്ലാങ് ആണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർ തിരുവനന്തപുരംകാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റോറേജിൻ്റെ മുന്നിൽ തുടങ്ങാം. ഞാനൊരു വലിയ കുഴി കെട്ടിയിട്ടേക്ക് ഇവിടെ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കിയിടുകയെ. ഞാൻ എൻ്റെ മനസ്സിലൊന്നും കണ്ടേ ചെയ്യില്ല, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അപ്പം കാണാം. നന്നായി വരുന്നതാണ് എൻ്റെ ഒരു ചിന്ത. ഇതിപ്പോൾ എന്താവും എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇനി പുറത്തൊക്കെ ഒന്ന് പോയി പിന്നെ ഈ റിസോഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. കുറേ ചെസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇവനൊരു പേരിടാൻ ഞങ്ങളോട് എത്ര ആളോ ഞാൻ ചോദിക്കണേ. നിങ്ങൾ ആരും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇല്ല. ഞാൻ തന്നെ ഇട്ടോ ലാസ്റ്റ്. ഈ ഒരു എപ്പിസോഡ് കൂടി കാത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കാത്തിക്കലൊന്നുമില്ല. ഞാൻ ഒരു പേരങ്ങ് ഇടും. ഓക്കെ, നിങ്ങൾക്കൊന്നും എന്നോട് സ്നേഹമില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത് ഇന്ന് കാണാൻ. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു പേരല്ലേ കമൻറ്റ് ചെയ്യാൻ പറയണേ. കമൻറ്റ് ചെയ്യ്. ഇവിടെ ഇനി ആ പ്ലാൻ പറഞ്ഞുതരാം. എന്താ ഹൈറ്റ് 4 ചെസ്റ്റ്, വിടുത്ത് ഐ മീൻ 5 ചെസ്റ്റ് ലൈക്ക് അറൗണ്ട് 10 ചെസ്റ്റ് അങ്ങനെ പറയാം. ഞാൻ പണ്ടേ മാക്സിൽ വീക്കാണ്. എത്ര ചെസ്റ്റ് കൊട്ടാ കണ്ടാവും എനിക്കറിയില്ല. ഞാൻ മാക്സിൽ ഇപ്പോഴും വീക്കാണ്, പണ്ടേ വീക്കാണ്. ഇനി ഒന്ന് കിടന്നുറങ്ങാം. കാരണം രാത്രിയാണ്, സോംബികൾ ഇറങ്ങി വരും. ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ഇന്ത്യൻ സീരിയലിൻ്റെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാരൊന്നും വിചാരിക്കേണ്ട, വീട്ടുകാർ കുത്തിൻ്റെ സീരിയലാണെന്നാണ്, വേറെ കാര്യമൊന്നുമില്ല. ഈ രാത്രി റെക്കോർഡ് ചെയ്യാൻ അറിയുന്നത് അതാണ് കുഴപ്പം. അങ്ങനെയാണല്ലോ വല്ല 12 മണിക്കൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ആ ടൈം ആകുമ്പോഴത്തേക്ക് കിടന്നു പോകും. എനിക്കിപ്പോൾ ഉറക്കമില്ലാണ്ട് എൻ്റെ തലമുടിയൊക്കെ കൊയ്യാൻ തുടങ്ങിയത്. എന്താ ചെയ്യുക? ഇപ്പം ഞാൻ തന്നെ ഇവിടേക്ക് വന്നേ. നമ്മളെ പുതിയ സ്മെൽറ്റർ. അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഒരു ചെസ്റ്റെങ്കിലും ഒരു ചെസ്റ്റ്. ഇപ്പം 2 സ്റ്റാക്ക് വുഡ് ഉണ്ട്. അതുകൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ആരോട് ചോദിക്കണേ. ഇവിടെ മൊത്തം മൈൻഡ് ചെയ്ത് ഒഴിവാക്കാണ്ട് അതൊക്കെ ഫുള്ള് വെട്ടി നശിപ്പിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കുറേ വുഡ് അവിടെ തന്നെ കിട്ടും. അപ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ആരോട് ചെയ്യും? നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് സെറ്റായി തന്നാൽ പിന്നെ എനിക്ക് വലിയ പണിയൊന്നുമില്ലേ. ഞാൻ സാധനം സെറ്റാക്കട്ടെ. ഇത്രയും ജസ്റ്റ് ചെയ്യാൻ വെച്ച്. ആ 2 സ്റ്റാക്ക് വുഡ് കൊണ്ട് ഇത്രയും ജസ്റ്റ് ചെയ്യാൻ വെച്ച്. എന്നിട്ടും തീർന്നില്ലേ. ലൈക്ക് ഒരു സ്റ്റാക്ക് ചെസ്റ്റ് എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നത്. അത് ഫുള്ളി ഞാൻ വെച്ചിട്ട് നിറഞ്ഞില്ലേ. ഇനിയും ഉണ്ടാക്കേണ്ടി വരും. എൻ്റെ കുറച്ച് ഓക്കുണ്ട്. പിന്നെ വേറെ ഒരു തേങ്ങയില്ലേ, സ്പൂസ് ഉണ്ട്. അത് പക്ഷേ എനിക്ക് ഡെക്കറേറ്റിങ്ങിന് ആവശ്യമുണ്ട് സ്പൂസ്. ഇനി ഇതൊക്കെ പ്ലാങ്ക് ആക്കണ്ടേ. പ്ലാങ്ക് ഓക്കെ, അത് ഫുള്ള് പ്ലാങ്ക് ആക്കണം. അപ്പം ഇനി കുറേ ഉണ്ടാവാതിരിക്കില്ല. ഇതുകൊണ്ട് തീരുന്ന എനിക്ക് തോന്നിയില്ല. അപ്പുറത്തെ സൈഡും കൂടി വരുമ്പോൾ ഇനിയും വേണ്ടി ഒരു 2 സ്റ്റാക്ക് ചെസ്റ്റ്. ഞാൻ മിക്കവാറും ഇവിടെയുള്ള കാടൊക്കെ വെട്ടിയിട്ടാണ് ഉറപ്പാണ്. ഇതുകൊണ്ട് ഇനി കുറച്ച് ജസ്റ്റേ വെട്ടുള്ളൂ. എനിക്കിനിയും വുഡ് വേണം ഗൈസ്. ഈ വുഡ് ഫാം ഉണ്ടാക്കിയത് വുഡിന് ഇനി കഷ്ടപ്പാടുണ്ടാവാണ്ടിരിക്കാനാണ്. എന്നിട്ടിപ്പോൾ വുഡിന് ഫുള്ള് കഷ്ടപ്പാടാണ്. ഇങ്ങനെ വന്നാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് വുഡ് ഫാം ഉണ്ടാക്കേണ്ടി വരും. സാധനം സെറ്റ്. ടടാ, ഇതാണ് നമ്മളെ പുതിയ സ്റ്റോറേജ് റൂം. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഈ സ്റ്റോറേജ് റൂമിൽ ഒട്ടാകെ 1 2 3 4 5 1 2 3 4 എന്തായാലും ഓട്ടെ. ഇനി ഇവിടെ 3 ഐറ്റംസ് ഫ്രെയിം വെച്ചിട്ട് ഇനി ബാക്കിയും കൂടി വെക്കാണ്ട്. ഇതിൻ്റെ ലെതറില്ല, ഐ മീൻ സ്റ്റിക്കില്ല ഐറ്റം അങ്ങനെ തോന്നുന്നു. ഈ സാധനം കണ്ട് അടിപൊളിയായില്ലേ. എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ട്. ഇത് മറ്റേ യൂട്യൂബിലൊന്നും നോക്കിയല്ല, എൻ്റെ കലാവിരുദ്ധകൾ കൂടി വരുന്നു. ലൈക്ക് എൻ്റെ ഇമാജിനേഷൻ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മൈൻക്രാഫ്റ്റിൽ നല്ല ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സുഷമയാണ് എനിക്ക് ഐഡിയ റെക്കമെൻഡ് ചെയ്തത്.
മോശമായ പിന്നെ ആ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ട് ഇതിൽ ബിർച്ചൊക്കെ കാണാൻ ഏതൊരു ചോപ്പ് മരം പോലെ ഉണ്ട്. പിന്നെ ഹാർഡ് കോർ പോലെ ഉണ്ട് ഇതിൻ്റെ മറ്റേ എന്താ പറയുക ഹോട്ട് ബാറൊക്കെ കാണാൻ എന്തൊക്കെയോ ആയിക്കിപ്പോൾ. ശരി രസമുണ്ട് കാണാൻ. എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിക്ക്. വെള്ളത്തിനൊക്കെ എന്തൊക്കെയോ മാറ്റമുണ്ട്. പുതിയ ടെക്സ്ചർ പാക്ക്. ഇത് രാത്രി ഒന്ന് കാണണം. എനിക്കെൻ്റെ വീടൊന്നും നല്ലപോലെ കാണാൻ. പക്ഷെ അത്ര പോരാ. ഞാൻ രസമുണ്ട്. പക്ഷെ ഹോട്ട് ബാർ കുഴപ്പമില്ല. അത് വേണം ഒഴിവാക്കാം. മറ്റേ ടെക്സ്ചർ പാക്ക് മാത്രമായിട്ടുള്ള ഇതിൻ്റെ പാക്ക് ഉണ്ട്. മറ്റേ അഡോൺസ് ഫോർ മൈൻക്രാഫ്റ്റ് ഇല്ലേ അതിലാണ്. ഞാൻ പിന്നെ ഈ ബട്ടൺസ് ഹൈഡ് ചെയ്യുന്ന ഒരു മോഡ് പാക്ക് ഉണ്ട്. അത് കയറ്റണമെന്ന് ആയിരിക്കണം. അത് കയറ്റിയിട്ട് കളിക്കുമ്പോൾ ഒരു ഊഹത്തിൽ ബട്ടൺസ് മനസ്സിലാക്കി കണ്ട് കളിക്കേണ്ടി വരും. പിന്നെ ഞാൻ സെൽ ടച്ച് വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. ബട്ടൺസ് ഹൈഡാക്കണമെന്ന്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് പറ. അതെന്തൊക്കെ കുറച്ച് പണി ഉണ്ടായി ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കും. ബട്ടൺസ് ഹൈഡ് ചെയ്യാൻ പറ്റുകയാണെ ചെയ്യാനി. കാരണം ഈ ബട്ടൺസ് ഞാൻ നടുക്ക് വെച്ച് കളിക്കാൻ എന്തോ പോലെ ഉണ്ട്. കാണുന്നവർക്കും എന്തോ ഒരു വൃത്തികേടാണ്. അതൊക്കെ മുമ്പ് സെറ്റാക്കണോ. ബട്ടൺസ് ഹൈഡ് ചെയ്യുന്ന എന്തോ മോഡ് പാക്കാണ്. ഞാൻ യൂട്യൂബിലുണ്ടാവും, പോയി നോക്കുക. യൂട്യൂബ് പോയിട്ട് ബട്ടൺസ് ഹൈഡ് മോഡ് പാക്കോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. എവിടെ പോയി? പുറത്ത് തന്നെയാണ്. അങ്ങനെ എന്തോ ഒരു മോഡ് പാക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിച്ച് നടക്കുകയാണ്. ഇങ്ങനെ തന്നെ മതിയോ അല്ലെങ്കിൽ ഇനി അത് ഹൈഡ് ചെയ്യണോ എന്നുള്ള നിങ്ങളെ അഭിപ്രായം വെച്ചിട്ട് വേണം എനിക്ക് ഇതാക്കാൻ. എന്തായാലും നിങ്ങൾ എന്താ പറയും. അടുത്ത എപ്പിസോഡ് അടുത്ത് തന്നെ വരും. അടുത്ത് പറഞ്ഞാൽ ഈ അടുത്ത് തന്നെ വരും. അടുത്ത എപ്പിസോഡ് സർപ്രൈസാണ്. ഇതിൻ്റെ എപ്പിസോഡല്ല, പക്ഷെ വേറെ തന്നെ ഒരു ഗെയിം വരുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് തന്നെ, പക്ഷെ അതിലൊരു മാപ്പ്. സസ്പെൻസാണ്. ചിലവർക്കൊക്കെ വെടികിട്ടി കാണും. ഈ ബോൺമീൽ എന്തിനിക്ക് ഇവിടെ നിന്ന് കയറി. വെള്ളത്തിന് നല്ല മാറ്റം ഉണ്ടല്ലോ. എന്തിപ്പോൾ ഫോണിനിപ്പോൾ ഇത്ര ലാഗ്. അതൊക്കെ ഒന്ന് സെറ്റാക്കാം. മഴ ഒക്കെ മഴയും നല്ല രസമുണ്ട് കാണാൻ. നന്നായിട്ട് ഒരു ഇരുണ്ടടങ്ങണ്. ഈ ഇല മാറേണ്ടില്ല. ഇനി പച്ചപ്പ് കുറഞ്ഞു ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ പച്ചപ്പേ ഇല്ലാത്ത രീതിയിൽ. വെള്ളം അടിപൊളിയായി കിട്ടുമോ. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമായി. ഇനി അടിയിലെങ്ങനെയാണ് വാവ്. നൈറ്റ് വിഷൻ്റെ ആവശ്യമില്ല. ഐ മീൻ വാട്ടർ വിഷൻ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, പോഷൻ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ ഷെല്ല് രോഗട്ടെ. ഷെല്ലൊന്ന് ഈ ഷെല്ല് വേറൊരു എന്താ പറയുക ഡ്രൗൺ പറഞ്ഞു കൊടുത്താൽ മറ്റേ ഇതിട്ടൂലേ ട്രൈഡൻ്റ് കയ്യിലുള്ളതിന് എറിഞ്ഞു കൊടുത്താൽ അങ്ങനെ എന്തോ ആണ്. അതും പോയി സെറ്റാക്കാം. ഇപ്പോൾ ഈ നോട്രി ഷെല്ലും പോയി കൈ കൊണ്ടെടുക്കുക. ട്രൈഡൻ്റ് കിട്ടുകയാണ് സെറ്റാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് അടുത്ത് തന്നെ വരും. ടാറ്റ ഗുഡ് ബൈ. ബൈ ബൈ. പോ ടാറ്റ.